അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഖത്തർ കേരള ഇസ്ലാഹിക് സെൻറ്ററിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, അൽമനാർ മദ്രസയുടെ 2024-25 വർഷത്തെ ആർട്സ് ഫെസ്റ്റ് അൽ ഫസാഹ 24 ഇവിടെ ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുക എന്നാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരായ മുഴുവൻ വിദ്യാർത്ഥികളെയും ബഹുമാന്യരായ രക്ഷിതാക്കളെയും അധ്യാപകരെയും അതുപോലെ തന്നെ ഖത്തർ കേരള ഇസ്ലാഹിക് സെൻറ്ററിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും നേതാക്കളെയും ഹാർദവമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കൂടിയായ സ്വലാഹുദ്ദീൻ സ്വലാഹിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമ ദായിമൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ ആദരണീയനായ അൽമനാർ മദ്രസ പ്രിൻസിപ്പളും ഖത്തർ കേരള ഇസ്ലാഹി സെൻറ്റർ ജനറൽ സെക്രട്ടറിയുമായ മുജീബുർ റഹ്മാൻ മിഷ്കാത്തി, മറ്റു സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അൽമനാർ മദ്രസയിലെ വിദ്യാർത്ഥിനികളുടെ സാഹിത്യ വിജ്ഞാന മത്സരങ്ങളോടുകൂടി നടത്തപ്പെടുന്ന അൽ ഫസാഹ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. വളരെ കൃത്യമായ സമയത്ത് തന്നെ തുടങ്ങുക എന്ന നിലക്കാണ് കൃത്യം 8:40 തന്നെ ഉദ്ഘാടന സെഷൻ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. സമയബന്ധിതമായ രൂപത്തിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് 4 വേദികളിലായി കുറേ പ്രോഗ്രാമുകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും വളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ വളരെ വലിയ ഒരു സഹകരണമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പരിപാടികളൊക്കെ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വിദ്യാർത്ഥിനികളിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പല വിധത്തിലുള്ള കഴിവുകളുള്ളവരാണ് നമ്മുടെ മക്കൾ. ആ മക്കളുടെ കഴിവുകളൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ ഇതുപോലെയുള്ള വേദികളും സാഹചര്യങ്ങളും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഠന സമയങ്ങൾ പോലും നീക്കിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പരിപാടികൾക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മിഷ്കാത്തി അവറുകളാണ്. അതിനു വേണ്ടി അദ്ദേഹത്തെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ഇവിടെ ഇന്ന് ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. അൽമനാർ മദ്രസയിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംബന്ധിച്ചുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കുട്ടികളെ 4 ഹൗസുകളായി തിരിച്ച് അവർ പരസ്പരം അവരുടെ കഴിവുകൾ മാറ്റുരക്കുകയാണ്, മത്സരിക്കുകയാണ് അവർ. അതിലാര് വിജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രശ്നമല്ല, നിങ്ങളും അതൊരു വിഷയമാക്കേണ്ടതില്ല. എന്നാൽ ജയിക്കാൻ വേണ്ടി എല്ലാവരും അവരുടെ പരിപാടികൾ, അവരുടെ പ്രോഗ്രാമുകൾ നന്നായി കൈകാര്യം ചെയ്യണം. ജയിച്ചു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കണം. അതോടൊപ്പം തന്നെ
എന്താണെങ്കിലും എല്ലാവരും ജയിക്കില്ല, 4 ഗ്രൂപ്പും ജയിക്കില്ല. ഒരു പ്രോഗ്രാമിൽ എല്ലാവർക്കും ഫസ്റ്റ് കിട്ടില്ല. ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട് പ്രോഗ്രാം അവതരിപ്പിച്ച ആളുകൾക്ക് മാത്രമാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ ലഭിക്കുക. അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രൂപത്തിലേ നിങ്ങളതിനെ കാണാൻ പാടുള്ളൂ. ഒരിക്കലും അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട. ഇത് നമുക്കൊരു എൻജോയ്മെൻറ്റ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നടത്തിയിരുന്നത് എല്ലാ കുട്ടികളെയും മത്സരമില്ലാതെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ച് അവർക്കെല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കുന്ന സിസ്റ്റമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു വാശി അല്ലെങ്കിൽ ഒരു ഉന്മേഷം അതിൻ്റെ മുമ്പൊന്നും കൂടുതലുണ്ടാവില്ല. ഇപ്രാവശ്യം മാഷാ അല്ലാഹ് എനിക്കറിയാം, നിങ്ങളുടെ ഉസ്താദുമാരുടെ കീഴിൽ, നിങ്ങളുടെ ടീം ലീഡേഴ്സിൻ്റെ കീഴിൽ പല സ്ഥലങ്ങളിലും ഓൺലൈനായിട്ടും പാർക്കുകളിലായിട്ടും നമ്മുടെ സെൻറ്ററിലായിട്ടൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് മത്സരങ്ങൾ പ്രാക്ടീസ് ചെയ്തത് വളരെ സന്തോഷമുള്ളതാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം പോലും നമ്മുടെ വർക്കിംഗ് ഡേ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ഒഴിവാക്കാതെ നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളും ദിവസങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ തെറ്റുകളുണ്ടാവും കുട്ടികൾക്ക്. കാരണം അത്ര വലിയ പ്രാക്ടീസുകളൊന്നും ഇല്ലാതെയാണ് പഠിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് പരിപാടികൾ തെറ്റും. ആ തെറ്റിയാൽ നിങ്ങളതിൽ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ കരയുകയോ ഒന്നും ചെയ്യരുത്. സാരല്ല എന്ന് വിചാരിക്കുകയാണ് വേണ്ടത്. അത്രേ നമ്മൾ ആ വിഷയത്തിൽ ആരും അതിൻ്റെ ആ ടീം ലീഡേഴ്സും അതേപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതൊരു പ്രോത്സാഹനം മാത്രമാണ്, അവർക്ക് വളർന്നു പോകാൻ ഉള്ള ഒരു പ്രോത്സാഹനം. നമ്മളൊക്കെ ഒരു കാലത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് മദ്രസകളിലും അതേപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പാട്ട് പാടിയപ്പോൾ പാട്ടും അതുപോലെയുള്ള പ്രസംഗങ്ങളൊക്കെ നിർവഹിച്ചത് ഇതുപോലെ ഉസ്താദുമാരുടെ അധ്യാപകരുടെ പ്രോത്സാഹനം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു വഴി തുറന്നു കിട്ടുകയും നമ്മുടെ സഭാകമ്പം മാറുകയും ആളുകളോട് സംസാരിക്കാനും ആളുകളോട് നമ്മുടെ മനസ്സിലുള്ളത് പറയാനൊക്കെ ഉള്ളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ നാമം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഇത് നല്ല ഒരു സൽക്കർമ്മമായി നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. അതേപോലെ തന്നെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കോ നമ്മൾക്കോ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവസാനിക്കുന്നത് വരെ കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മമാരുടെ അടുക്കലേക്കല്ല ഓടി ചെല്ലേണ്ടത്, ഉപ്പമാരുടെ അടുക്കലേക്കല്ല ഓടി ചെല്ലേണ്ടത്. ഇന്ന് ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങളുടെ ക്ലാസ് അധ്യാപകർ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അധ്യാപകർ പിന്നെ ഞങ്ങളൊക്കെ ഉസ്താദുമാരൊക്കെയാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ. ആ നിലക്ക് നിങ്ങൾ എവിടേക്കും കൈവിട്ടു പോകരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. രക്ഷിതാക്കളും തന്നെ ഒരിക്കലും കുട്ടികളെ സെപ്പറേറ്റ് വിളിച്ചു കൊണ്ടുപോവുകയോ കുട്ടികളെ എൻ്റെ കുട്ടി എന്ന നിലയ്ക്കൊരു പരിഗണന കൊടുത്തുകൊണ്ട് നിങ്ങളവരെ കൂടെ ഇരുത്തുകയോ ചെയ്യരുത്. ഞങ്ങൾ എങ്ങനെയാണോ അവരെ നോക്കേണ്ടതെങ്കിൽ ആ നിലക്ക് ഞങ്ങൾ നോക്കും, ഞങ്ങളത് ശ്രദ്ധിക്കും എന്ന് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളിത് കണ്ട് ആസ്വദിക്കുക. അവരുടെ തെറ്റുകളും അവരുടെ പോരായ്മകളും ഒക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. അവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഇന്ന് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഈ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് രക്ഷിതാക്കളുടെ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.